കാസർകോട്ടെ രാഷ്ട്രീയ വാർത്തകൾ മുഴുവൻ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്കാണ്. 3 ശക്തരായ മുന്നണികൾ, 3 ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ. അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണക്കുകളും നമുക്കൊന്ന് നോക്കി വന്നാലോ. ഇക്കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത ജനപ്രീതി തന്നെയാണ് AK അഷ്റഫിൻ്റെ ഏറ്റവും വലിയ അനുകൂല ഘടകം. ശിരൂർ ദുരന്തകാലത്തെ ഇടപെടലുകളും കുമ്പള ടോൾ പ്ലാസ സമരത്തിൻ്റെ നേതൃത്വവുമെല്ലാം അതിന് കൂടുതൽ മാറ്റുകൂട്ടി. എന്നാൽ പ്രതികൂലമായി മാറുന്ന ഘടകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലീഗിനുള്ളിലെ പ്രാദേശികമായി ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും അതോടൊപ്പം തന്നെ SDPIയുടെ സാന്നിധ്യവും അവർ വോട്ട് കട്ടറായി മാറുമോ എന്നുള്ള ഭയവും പ്രധാനപ്പെട്ട പ്രതികൂല ഘടകങ്ങളായി മാറിയേക്കും. SIRൽ അങ്ങനെയൊന്നും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ മൈനോറിറ്റിക്കൊക്കെ നല്ല ഡോക്യുമെൻറ്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്നറിയാം. ഞങ്ങളുടെ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ മറ്റേ കർണാടകയിലൊക്കെയുള്ള ആളുകളുടെ ഡബിൾ എൻട്രി ഉണ്ടായിരുന്നു. അതൊക്കെ മാക്സിമം ഡിലീറ്റായി. യഥാർത്ഥ വോട്ടർമാർ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SIR UDFന് ഗുണകരമായ ഒരു വോട്ടർ ലിസ്റ്റാണ്. തുടർച്ചയായത് 6ാം തവണയാണ് K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പോരിനിറങ്ങുന്നത്. ജനങ്ങളുമായി നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ചു. സംസാരിക്കാനായി കന്നഡ ഭാഷ പോലും പഠിച്ചു. 2 തവണയാണ് ജയം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയത്. എന്നാലും BJPയെ ബാധിച്ചേക്കാവുന്ന ചില പ്രതികൂല ഘടകങ്ങളുണ്ട്. SIRൻ്റെ ഭാഗമായി വെട്ടിമാറ്റപ്പെട്ട പല ഇരട്ട വോട്ടുകളും മുൻകാലങ്ങളിൽ BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടതാണെന്ന ഒരു പൊതുവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടുതലായി സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തുളു അക്കാദമി ചെയർമാനെ LDF സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നത്. ആ ഒരു നീക്കം കൃത്യമായി നടന്നാൽ അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാവുക BJP നേതൃത്വത്തിന് തന്നെയാവും. എന്നാൽ LDFന് മുൻപിലും ചില വെല്ലുവിളികളുണ്ട്. കേവലം 15% മാത്രം നിൽക്കുന്ന വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെടുക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തത് UDF-LDF ഡീൽ എന്ന BJPയുടെ രാഷ്ട്രീയ ആരോപണത്തെ കൃത്യമായി പൊളിക്കുക എന്നതും. നമ്മൾ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വം എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് പറയും. നിങ്ങൾ ഇടതുപക്ഷത്തെ നേതാക്കന്മാരായ TP രാമകൃഷ്ണനും അതുപോലെ തന്നെ ബിനോയ് വിശ്വനും പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദ മാഷുണ്ട്. അവർ ചോദിക്കുക, അവർ കൃത്യമായി മറുപടി പറയും. കേരളം കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത് ഇങ്ങ് വടക്കേ അറ്റത്തേക്കാണ്, മഞ്ചേശ്വരത്തേക്ക്. ഇവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ആ ഇമ്പാക്റ്റ് കേരളം മുഴുവൻ ചർച്ചയാകും. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരം സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.